വടക്കൻ കേരളത്തിൽ മഴ ശക്തം. ചാലിയാറിൽ ജലനിരപ്പ് ഉയർന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. ഇരവഴിഞ്ഞിപ്പുഴയോട് ചേർന്ന മേഖലകളിലും വെള്ളം കയറി. കണ്ണൂരിലെ അത്താഴക്കുന്ന് കല്ലുകെട്ട് ചിറഭാഗത്ത് വീടുകളിലും വെള്ളം കയറി. 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ഇന്ന് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. ശക്തമായ മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതോടെ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും. തൊടുപുഴയാർ, മൂവാറ്റുപുഴയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളിലേക്ക് പോകാം. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷും കണ്ണൂരിൽ നിന്ന് മിഥുൻ പിള്ളയും ഇടുക്കിയിൽ നിന്ന് സുബിൻ തോമസും ചേരും. നോക്കാം കണ്ണൂരിലെ സാഹചര്യം എന്താണെന്ന്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, റെഡ് അലർട്ട് നിലനിൽക്കുന്ന ഇടമാണ്. നമുക്കറിയാം, ഈ കാലവർഷം എത്തുന്നതിന് മുൻപേ തന്നെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒരു ജില്ലയാണ്. വലിയ തോതിലുള്ള വെള്ളക്കെട്ട്, മറ്റു മഴക്കെടുതികൾ എങ്ങനെയാണ് ജില്ലയിൽ? വീണ, കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് കണ്ണൂർ ജില്ലയിൽ പെയ്തത്. എന്നാൽ ഇന്ന് രാവിലെ അല്പം ഒരു ശമനം വന്നിട്ടുണ്ട്. എന്നാൽ അതിനിടെ ഈ മഴക്കെടുതികൾക്ക് ശമനമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കണ്ണൂർ കുപ്പത്ത് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങളായി ഈ മഴ പെയ്യുന്നതിനനുസരിച്ച് ആ പ്രദേശത്ത് മണ്ണിടിയുന്നുണ്ട്. അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. അവിടെ വീണ്ടും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത മഴയിൽ കണ്ണൂർ അത്താഴക്കുന്ന് കല്ലുകെട്ട് ചില ഭാഗത്ത് വീടുകളിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 20ഓളം വീടുകളിലാണ് വെള്ളം കയറിയത്. ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ കാറ്റിൽ മരം വീണ് കണ്ണൂർ തളിപ്പറമ്പിൽ വീടിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. ഈ മേൽക്കൂര തകർന്ന് വീണ് 8 വയസ്സുകാരിക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ തളിപ്പറമ്പ് ചവനപ്പുഴയിലാണ് ഈ സംഭവം. ഈ മരം വീടിലേക്ക് വീഴുകയും ആ വീടിന്റെ ഓട് കുട്ടിയുടെ തലയിലേക്ക് വീഴുകയുമാണ്. അങ്ങനെയാണ് കുഞ്ഞിന് പരിക്കേറ്റത്. കുട്ടിക്ക് തലയ്ക്കാണ് മുറിവേറ്റിരിക്കുന്നത്. എന്നാൽ സാരമായ മുറിവല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. മലയോര മേഖലയിൽ ഉൾപ്പെടെ ജാഗ്രതാ നിർദ്ദേശം ഉണ്ടെങ്കിലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വീണ, ഓക്കെ, മിഥുൻ പിള്ള കണ്ണൂരിലെ വിവരങ്ങൾ നൽകിയത്. നമുക്ക് കോഴിക്കോടേക്ക് വരാം. ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, കോഴിക്കോട് ഏതൊക്കെ ഭാഗങ്ങളിലാണ് മഴക്കെടുതികൾ ഏറ്റവും രൂക്ഷമായിരിക്കുന്നത്? വീണ, ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ റെയിൽവേ സ്റ്റേഷൻ, അതായത് അരീക്കോട് ഭാഗത്ത് മരം വീണിരുന്നു. ആ മരം വീണ ഭാഗത്ത് തന്നെ വീണ്ടും മരം കടപുഴകി വീണ ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടും എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. കൂടാതെ ഈ മാവൂർ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ വീടുകളിൽ നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഊർക്കടവിലെ ഷട്ടറുകളൊക്കെ തന്നെയും പൂർണ്ണമായി തുറന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. ഇരവഴിഞ്ഞിപ്പുഴയോട് ചേർന്നുള്ള ഭാഗങ്ങളിലെ വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെയുള്ള വീടുകളിലെ ആളുകളെയും ഇപ്പോൾ മാറ്റിപ്പാർപ്പിക്കുകയാണ് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. എന്തായാലും തീരദേശ മേഖലയിലും നഗരമേഖലകളിലും കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മുക്കം, കാരശ്ശേരി എന്നിവിടങ്ങളിലും ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ രാത്രി ഉൾപ്പെടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മഴ ഒന്ന് തോർന്നിട്ടുണ്ടെങ്കിലും വലിയ രീതിയിൽ മഴ പെയ്യുവാനുള്ള ഒരു സാഹചര്യമാണ്. കാർമേഘമൊക്കെ ഉരുണ്ടുകൂടിയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും മാവൂർ ഭാഗത്ത് വെള്ളം കയറി വീടുകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നു. അതുപോലെ തന്നെ അരീക്കോട് മരം കടപുഴകി വീണു. ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ട ഒരു സാഹചര്യം. അതുപോലെ തന്നെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വിലങ്ങാട്, മഞ്ഞച്ചില്ലി ഭാഗങ്ങളിൽ ഉൾപ്പെടെ മഴ ശക്തമായി പെയ്യുന്നു എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. നമുക്കറിയാം, വിലങ്ങാട് വയനാടിന് സമാനമായി ഉരുൾപൊട്ടൽ ഉണ്ടായ ഒരു മേഖല തന്നെയാണ് വിലങ്ങാട്. അവിടേക്കുള്ള പുഴയടക്കം കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇത്തരത്തിൽ മഴ ശക്തമായി പെയ്യുകയാണെങ്കിൽ വിലങ്ങാട് പ്രദേശത്ത് നിന്ന് കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളിലാണ് ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. ഇന്നലെ വിലങ്ങാട്ടെ ജനങ്ങൾ വില്ലേജ് ഓഫീസ് ഒക്കെ തന്നെയും ഉപരോധിക്കുന്നത് നമ്മൾ കണ്ടു. എന്തായാലും മഴ ഇത്തരത്തിൽ തുടർച്ചയായി പെയ്യുകയാണെങ്കിൽ വിലങ്ങാട് അതീവ ജാഗ്രത ഉണ്ടാവണം എന്നൊരു കാര്യം കളക്ടർ ഉൾപ്പെടെ ഉള്ള ആളുകൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ചിലപ്പോൾ കളക്ടർ അവിടെ സന്ദർശനം നടത്തുവാനുള്ള ഒരു സാധ്യതയുണ്ടെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നു. തീരദേശ മേഖലയിലടക്കം മഴ ശക്തമായി തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ മാവൂർ മേഖലയിലെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം. അരിക്കോട് മരം കടപുഴകി വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇത്തരത്തിലുള്ള നാശനഷ്ട കണക്കുകളാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. വീണ, പലർക്കും സ്വന്തം വീടുകളിൽ താമസിക്കാനാവാത്ത സാഹചര്യമുണ്ട്. അതിപ്പോഴത്തെ മഴക്കെടുതികളുടെ ഭാഗമായും മാത്രമല്ല, ചില മുന്നറിയിപ്പുകൾ നിലനിൽക്കുന്നത് കൊണ്ടും ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ടോ? അത് എവിടെയൊക്കെയാണ് ഉള്ളത്? അത് സംബന്ധിച്ച വിവരങ്ങൾ കൃത്യമായി സുരക്ഷിതമായ സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കാൻ
ജനങ്ങളോട് ആവശ്യപ്പെടുമ്പോൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ കാര്യങ്ങൾ കൂടി അവരെ അറിയിക്കുന്നുണ്ടോ? തീർച്ചയായും വീണ, നിലവിലുള്ള ഇന്നലത്തെ കണക്കുകൾ അനുസരിച്ച് 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. അതിൽ പ്രധാനമായും വിലങ്ങാട് ഒരു ക്യാമ്പുണ്ട്. വിലങ്ങാട് സ്കൂളിൽ തന്നെയാണ് അത്തരത്തിലൊരു ക്യാമ്പ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. തീരദേശ മേഖലയിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കോഴിക്കോടിന്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഒരു മഴക്കാലം അല്ലെങ്കിൽ വരുമ്പോൾ പ്രധാനമായും നഗരപ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളക്കെട്ടിനാൽ മൂടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ മാവൂര്, ചിന്താവളപ്പ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ അനുഭവപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ട് തന്നെ ഈ മലിനജലമൊക്കെ തന്നെ, ഈ ഡ്രെയിനേജ് വെള്ളമൊക്കെ തന്നെയാണ് ഈ റോഡിലൂടെ ഒഴുകി വരുന്നത് എന്ന് തന്നെയാണ്. ഇതിനെതിരെ വ്യാപാരികളടക്കം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നടത്തി വരാറുണ്ട് എല്ലാ പ്രാവശ്യവും. അതായത് ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല എന്ന് കോർപ്പറേഷൻ പറയുകയും പല പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുമ്പോഴും അതൊന്നും തന്നെ കൃത്യമായി നടപ്പിലാക്കാത്ത ഒരു സാധ്യതയാണ് ഉള്ളത്. നമുക്കറിയാം ഈ അരീക്കോട് ഭാഗത്ത് ഇപ്പോൾ മരം കടപുഴകി വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം വീണ്ടും തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അവിടെയും പ്രധാനമായും ആളുകൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കൃത്യമായി മഴക്കാലത്തിന് മുൻപേ ഈ അപകടാവസ്ഥയിലുള്ള മരങ്ങളൊന്നും തന്നെ മുറിച്ചു മാറ്റുവാൻ നടപടി എടുക്കുന്നില്ല എന്നൊരു കാര്യം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം താമരശ്ശേരി ചുരത്തിന് സമീപമുള്ള, അതായത് 9ാം വളവിന് മുകളിലുള്ള എല്ലാ മരങ്ങളും മുറിച്ചു മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഈ മഴ വരുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഒരു കാലവർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ആളുകൾ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം മാറുന്നത് എന്ന് തന്നെയാണ്. ഒരു അപകടം ഉണ്ടായതിനു ശേഷം അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിന് മുൻപ് എന്തുകൊണ്ടാണ് ഈ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെയും ഉൾപ്പെടുത്തി ഇത്തരത്തിലുള്ള പദ്ധതികളും പ്രവർത്തനങ്ങളും ചെയ്യാത്തത് എന്ന് തന്നെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഈ കോനാട്, കോതി മുതലായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഈ കടൽ ആക്രമണം ഉണ്ടാവുന്ന സ്ഥലമാണ്. അവിടെ ഒന്നും തന്നെ ഈ സുരക്ഷിതമായി കടൽ ഭിത്തി നിർമ്മിക്കുവാൻ പോലുള്ള സംവിധാനങ്ങളും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഭരണകൂടത്തിനെതിരെ ഉയരുന്നൊരു സാഹചര്യം. ജില്ലയിൽ നിലവിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് എന്നൊരു വിവരമാണ് ഇന്നലത്തെ കണക്കുകൾ പ്രകാരം നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. വീണ, ഓക്കെ, ശരി. സുബിൻ തോമസ് കൂടി ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സുബിൻ, നമുക്ക് ഈ മലയോര മേഖലകൾ എപ്പോഴും വലിയ ആശങ്ക ഉണർത്തുന്ന ഇടം കൂടിയാണ്. എന്താണ് ഇടുക്കിയിലെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ സംബന്ധിച്ച് പറയാനുള്ളത്? പ്രത്യേകിച്ച് ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും, മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തും എന്നുള്ളത് കൊണ്ട് തന്നെ മൂവാറ്റുപുഴ, തൊടുപുഴയാർ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന വിവരമുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ തന്നെ അവിടെ എങ്ങനെയാണ് ഈ മാറ്റിപ്പാർപ്പിക്കലടക്കമുള്ള കാര്യങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത്? വരുന്നൊരു സാഹചര്യം, ഇടവിട്ടാണ് ഈ മഴ ശക്തമായി തന്നെ പെയ്യുന്നത്. രാവിലെ പുലർച്ചെ സമയത്ത് മഴ അല്പം മാറി നിന്നെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും ജില്ലയുടെ പല ഭാഗത്തും ശക്തമായി മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയുടെ മലയോര മേഖലകളിൽ ഉൾപ്പെടെ അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ന് രാവിലെ 7 മണിയോട് കൂടിയാണ് ഈ മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ കൂടുതൽ ഉയർത്താനുള്ള ഒരു തീരുമാനമുണ്ടായത്. അതായത് മലങ്കര ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിന്റെ അളവ് കൂടിയതോടുകൂടിയാണ് നിലവിൽ ഉയർത്തിയിരുന്നതിലും കൂടുതൽ ഏകദേശം 1.5 മീറ്റർ കൂടി ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ തീരുമാനിച്ചത്. രാവിലെ മുതൽ തന്നെ ആ വെള്ളം പുറത്തേക്ക് ഒഴുക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടിയാണ് മൂവാറ്റുപുഴ അതുപോലെ തന്നെ തൊടുപുഴ ആറുകൾക്ക് തീരത്ത് താമസിക്കുന്നവർ അതീവ ജാഗ്രത പുലർത്തണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ആരെയും മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ അതീവ ജാഗ്രത പുലർത്തേണ്ടതായിട്ടുണ്ട്. നിലവിൽ മറ്റ് ഇതുമായി ബന്ധപ്പെട്ട് കല്ലാർകുട്ടി ഡാം അതുപോലെ തന്നെ പാമ്പ്ള ഡാമുകൾ തുറന്നിരിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. നിലവിൽ ഈ മേഖലകളിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത വേണമെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. മലയോര മേഖലയിലേക്ക് എത്തിയാൽ മണ്ണിടിഞ്ഞും അതുപോലെ തന്നെ മരം വീണുമൊക്കെ വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായും ഇന്നലെ മാങ്കുളം അതുപോലെ തന്നെ അടിമാലി മേഖലയിലാണ് വ്യാപകമായി മരങ്ങൾ ഒടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ബസ്സിന് മുകളിലേക്കും അതുപോലെ തന്നെ കാറിന് മുകളിലേക്കും മരം ഒടിഞ്ഞു വീണു. പക്ഷേ ഇതിൽ ആർക്കും അപകടങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല, പരിക്കുകൾ ഏറ്റിട്ടില്ല. കൂടാതെ കൊച്ചി ദിണ്ടുക്കൽ ദേശീയപാതയിലും മരമൊടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ ഈ മുട്ടം ശങ്കരപ്പള്ളിയിൽ ഒരു വീടിന്റെ മുറ്റം പൂർണ്ണമായും ഇടിഞ്ഞു വീഴുന്നത്. ഇപ്പോൾ ആ ഒരു വീട് അപകടാവസ്ഥയിലാണ്. നെടുങ്കണ്ടത്ത് ഒരു വൻമരം കടപുഴകി വീണ് അപകടമുണ്ടായിട്ടുണ്ട്. റോഡ് പൂർണ്ണമായും ബ്ലോക്കായി കിടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. നെടുങ്കണ്ടത്ത് നിന്ന് അഗ്നിശമന സേന എത്തി
നിലവിൽ ഇപ്പോൾ ഈ മരങ്ങൾ മുറിച്ച് നീക്കി റോഡ് ഗതാഗതത്തിന് യോഗ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഈ മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യത. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തണം എന്നൊരു നിർദ്ദേശം തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധ വകുപ്പുകളോട് ജാഗരൂകരായിരിക്കാനും നിർദ്ദേശമുണ്ട്. പ്രധാനമായും മൂന്നാർ, ഗ്യാപ് റോഡ്, അതുപോലെ തന്നെ പൂപ്പാറ, വണ്ണപ്പുറം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ ഒരു മണ്ണിടിച്ചിൽ അതുപോലെ ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലായി നിൽക്കുന്നത്. കഴിഞ്ഞ വേനൽ മഴ ശക്തമായി പെയ്ത പ്രദേശങ്ങളാണ് ഇതെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ മഴ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് ഈ മണ്ണിടിച്ചിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ അതീവ ജാഗ്രത പുലർത്താൻ നിലവിൽ ജില്ലാ ഭരണകൂടം ഉത്തരവിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ വരും ദിവസങ്ങളിലും മഴ തുടരും. ഏകദേശം 5 ദിവസത്തോളം മഴ തുടരുമെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുള്ളത്. അത് വളരെ ആശങ്കയോടുകൂടിയാണ് മലയോര ജനത നോക്കിക്കാണുന്നത്. ഓക്കെ, ശരി സുബിൻ. കേരളത്തിലെമ്പാടും മഴ കനത്ത് പെയ്യുന്നുണ്ട്. പുതിയ ന്യൂനമർദ്ദം കൂടി വരുന്നതോടെ 5 ദിവസം കൂടി കനത്ത മഴ ഉണ്ടാകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട്. ഇപ്പോൾ നിലവിൽ 3 ജില്ലകളിൽ മാത്രമാണ് റെഡ് അലേർട്ട് ഉള്ളത് എങ്കിൽ പോലും മഴ മുന്നറിയിപ്പുകൾ എല്ലാ ജില്ലകളിലും നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ച് പുറത്തിറങ്ങുമ്പോൾ ഈ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ച് മാത്രം പുറത്തിറങ്ങുക.